Hello guys, welcome back to Star Live Tech. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഷവോമിയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുള്ള Redmi Note 9 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസ് കൂടിയാണ്. ഷവോമി ഇന്നലെ Mi Note 10 Lite അതുപോലെ തന്നെ Redmi Note 9 9s എന്നീ ഡിവൈസുകളൊക്കെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ 6.53 ഇഞ്ച് ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. നമ്മൾ Redmi Note 9 Pro അതുപോലെ തന്നെ 9 Pro Max എന്നീ ഡിവൈസുകളിൽ കണ്ട ഒരു സെൻറ്റർ പഞ്ച് ഹോൾ ഡിസ്പ്ലേ അല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പഞ്ച് ഹോൾ ക്യാമറ ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 83.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 199 grams ആണ്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് Mediatek Helio G85 എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ Android 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. MIUI 11 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് Mali G52 MC2 എന്ന് പറയുന്ന ഒരു GPU ആണ് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് രണ്ട് വേരിയൻസിൽ അവൈലബിൾ ആണ്. ബേസ് വേരിയന്റ് 3GB റാമും 64GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. രണ്ടാമത്തെയും ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് 4GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. രണ്ട് സിം കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു SD കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുള്ളത്. നമ്മുടെ Redmi Note 9 Pro, Note 9 Pro Max എന്നീ ഡിവൈസുകളിൽ കണ്ട അതേ ഒരു ക്യാമറ ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയറിഷ് ക്യാമറ മോഡ്യൂൾ ആണ് നൽകിയിട്ടുള്ളത്. പ്രൈമറി സെൻസർ 48 മെഗാപിക്സൽ ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായി 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്, അതിൽ നമുക്ക് 118 ഡിഗ്രി ഫീൽഡ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ ക്യാമറയോട് അടുത്ത് തന്നെ ഒരു ബ്ലാക്ക് ഡിസൈൻ്റെ ഉള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട്. സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ 13 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലെഫ്റ്റ് സൈഡിൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. f2.3 ആണ് അപ്പർച്ചർ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5020 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും വരുന്നത്. അതുപോലെ തന്നെ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോറസ്റ്റ് ഗ്രീൻ, മിഡ് നൈറ്റ് ഗ്രേ, പോളാർ വൈറ്റ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Redmi Note 9 എന്ന ഡിവൈസിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും ലോഞ്ചിങ് ഡേറ്റുമാണ്. ഇന്ത്യയിൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 3GB റാമും അതുപോലെ തന്നെ 64GB ഇന്റേണൽ സ്റ്റോറേജ് എന്ന വേരിയൻറ്റിന് ഷവോമി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് $199 ആണ്. അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15000 രൂപയായിരിക്കും ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. രണ്ടാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള 4GB റാം ആൻഡ് 128GB ഇന്റേണൽ സ്റ്റോറേജ് എന്ന വേരിയൻറ്റിന് ഷവോമി അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് $249 ആണ്. അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 18800 രൂപയായിരിക്കും ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് June 12 ആണ്. സോ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ മറക്കാതെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.